മൊറാർജി ദേശായി ഔട്ട്സ്പോക്കൺ ആയിരുന്നല്ലോ. മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഇന്ദിരാബേൻ, നിങ്ങൾ ചെറുപ്പമാണ്, എക്സ്പീരിയൻസ് കുറവാണ്, നിങ്ങളെക്കാൾ കാര്യങ്ങൾ എനിക്കറിയാം, പ്രതിപക്ഷത്തെ നേരിടാൻ നിങ്ങളെക്കാൾ സമർത്ഥനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആക്കുക, അതിൻ്റെ കൂടെ ആഭ്യന്തരമന്ത്രിയും കൂടെ ആക്കുക. അപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, ഹോം മിനിസ്റ്ററും ആയിരിക്കും. പണ്ട് സർദാർ പട്ടേൽ നെഹ്റുവിൻ്റെ കൂടെ ഇരുന്ന അതേ പൊസിഷൻ. അതുതന്നെ മൊറാർജിയുടെ വലിയ സൗജന്യമാണ് കേട്ടോ. സ്വയം പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. ഒന്ന് പുറകോട്ട് മാറിയിട്ട് ആഭ്യന്തര വകുപ്പും ഉപപ്രധാനമന്ത്രിയും തനിക്ക് കിട്ടണം എന്ന് പറയുന്നു. ഇന്ദിര സമ്മതിക്കുന്നില്ല. പുറത്തിറങ്ങി ഇന്ദിരയെ പത്രക്കാർ പൊതിയുന്നു. എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര പോകുന്നു. ഈ ഉപപ്രധാനമന്ത്രി എന്ന് വെച്ചാൽ എന്താ? വാസ്തവത്തിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു പദം നമ്മളുടെ ഭരണഘടനയിൽ ഇല്ല. പദവുമില്ല, പദവിയുമില്ല, ഉപമുഖ്യമന്ത്രിയുമില്ല. പല സംസ്ഥാനങ്ങളിലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരാളെ നിയമിക്കാറൊക്കെയുണ്ട്. ഭരണഘടനാപരമായ ഒരു പോസ്റ്റല്ല അത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മിനിസ്റ്റർ എന്നേ പറയാറുള്ളൂ. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറയാൻ സാധ്യമല്ല. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയാനും സാധ്യമല്ല. കാരണം അത് ഭരണഘടനാപരമായ ഒരു വാക്കോ പദവിയോ അല്ല. പക്ഷേ ഒരാൾ നമ്പർ 2 ആണെന്ന് കാണിക്കാൻ, ജനങ്ങളോട് പറയാൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഉപപ്രധാനമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നുള്ളത്. അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനാ ബാഹ്യമായിട്ട് ചില അധികാരങ്ങൾ ഈ മനുഷ്യന് കൊടുത്തു. ഒന്ന്, നിങ്ങൾക്ക് ഏത് വകുപ്പിലും ഒരു നിർദ്ദേശം കൊടുക്കാം, സജഷൻസ് കൊടുക്കാം, ഇൻസ്ട്രക്ഷനല്ല. ഇങ്ങനെ മുഖ്യമന്ത്രിയില്ല, ക്യാബിനറ്റ് യോഗം കൂടണം, അതിനാര് അധ്യക്ഷത വഹിക്കും, അപ്പോൾ ഉപമുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെയുള്ള ചില നമ്പറുകൾ വെച്ച് ആളുകളുടെ ഈഗോ മാനേജ് ചെയ്യുന്ന ഏർപ്പാടാണ് ഉപപ്രധാനമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നൊക്കെയുള്ളത്. പക്ഷേ ജനങ്ങളുടെ ഇടയ്ക്ക് ഇദ്ദേഹം നമ്പർ 2 ആണ്, പ്രധാനമന്ത്രി കഴിഞ്ഞ് അടുത്ത ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ധാരണ പരത്താൻ സാധിക്കും. അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് നേരത്തെ ഒരു ഉത്തരം കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ആവശ്യങ്ങൾ മാത്രമേ ആ വാക്കുകൊണ്ട് നിർവഹിക്കപ്പെടുന്നുള്ളൂ. ഭരണഘടനയിൽ അങ്ങനൊരു വാക്കില്ല, അതിന് ഒരു പ്രാധാന്യവുമില്ല. എന്തുവായിക്കോട്ടെ, മൊറാർജി ദേശായി ഫൈനലി ഉപപ്രധാനമന്ത്രിയും